ഇന്ത്യൻ സമൂഹത്തിൽ വളരെയേറെ ഹൃദയവേദന ഉണ്ടാക്കിയ ഒരു തീരുമാനമായിരുന്നു കഴിഞ്ഞ ആഴ്ച യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് USCIS പുറപ്പെടുവിച്ചത്. അവർ പറഞ്ഞ പ്രസ് റിലീസ് പ്രകാരം ഈ ഗ്രീൻ കാർഡിന് അപേക്ഷിക്കുന്നവർ ആ അപേക്ഷ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് സ്റ്റാറ്റസ് ഇവിടെയല്ലാതെ തീരുമാനം എടുക്കേണ്ടത്. നേരെ മറിച്ച് അവരെല്ലാം കോൺസുലേറ്റിൽ പോയി അവിടെയാണ് തീരുമാനം എടുക്കേണ്ടത്. ഇവിടെ വന്നവർ, ഈ താൽക്കാലിക വിസയിൽ വന്നവർ, വിദ്യാർത്ഥികൾ, J1 വിസക്കാർ, അതുപോലെ തന്നെ വിസിറ്റിംഗ് വിസയിൽ വന്ന് ഇവിടെ വല്ലവരെയും വിവാഹം കഴിക്കുകയൊക്കെ ചെയ്തവർ, ഇങ്ങനെയുള്ളവരൊക്കെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് പകരം ആ കോൺസുലർ പ്രോസസ്സിങ് മൂലം വേണം അപേക്ഷകൾ തീരുമാനം എടുക്കാനായിട്ട്. അതിനായിട്ട് അവർ രാജ്യത്തിന് പുറത്തു പോയി വേണം അപേക്ഷിക്കാനെന്ന് പറഞ്ഞായിരുന്നു ആ പ്രസ്താവന വന്നത്, ആ പ്രസ് റിലീസ് വന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് എന്താണെന്ന് ആളുകൾക്ക് മനസ്സിലായില്ല, വക്കീലന്മാർക്കും മനസ്സിലായില്ല ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്, ഇതുകൊണ്ട് എന്താണ് ഈ വ്യത്യാസം വന്നിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് ആർക്കും മനസ്സിലായിരുന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ആളുകൾ പേടിച്ചും പോയി എന്താണ് ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പം 1 മില്യണിലേറെ ഇന്ത്യക്കാർ ഈ ഗ്രീൻ കാർഡ് അപേക്ഷ ഇവിടെ സമർപ്പിച്ചിട്ട് കാത്തിരിപ്പുണ്ട്. പ്രത്യേകിച്ച് H1 വിസയിൽ വന്നവർ, വളരെയധികം യോഗ്യതകളുള്ള ആളുകൾ, അവർ വർഷങ്ങളായിട്ട് 10ഉം 15ഉം ഒക്കെ വർഷങ്ങളായിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്ന ആളുകൾ, എങ്ങനെയും ഒരു ഗ്രീൻ കാർഡ് കിട്ടാൻ വേണ്ടി. വിസ നമ്പർ ഇല്ലാത്തതുകൊണ്ട് ഒരു വർഷം 9,600 ഗ്രീൻ കാർഡോ മറ്റോ ആണ് കൊടുക്കുന്നത് ഒരു രാജ്യത്തിന്, ഇന്ത്യക്ക്. ഇന്ത്യ പോലെയുള്ള വലിയ രാജ്യത്തിനും ചെറിയ രാജ്യത്തിനും ഒരേ എണ്ണം. അപ്പോൾ അങ്ങനെ വിസ നമ്പർ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ആളുകൾ കാത്തു നിൽക്കുന്നു. അപ്പോൾ അവരൊക്കെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് പകരം കോൺസുലേറ്റിൽ പോകണം. കോൺസുലേറ്റിൽ ചെന്ന് അവിടെ പോയി ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടാൻ തന്നെ 1 വർഷമോ അതിൽ കൂടുതലൊക്കെ എടുക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിനു വേണ്ടി ഫാമിലി ഇവിടെ ആയിരിക്കും. ഇവർ നാട്ടിൽ പോയി വിസ നമ്പർ ശരിയാകുന്നത് വരെ അവിടെ പോയി അപേക്ഷിച്ച് ഒരു ഇൻ്റർവ്യൂവിനുള്ള ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഡേറ്റ് കിട്ടാൻ വേണ്ടി മാസങ്ങളോ വർഷങ്ങളോ ഒക്കെ കാത്തിരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഫാമിലി വിഷമത്തിലാവും, ഇവിടെ ഫാമിലി ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ അവരുടെ ജോലി വെള്ളത്തിലാവും. ഈ ഇത്രയും കാലം മാറി നിൽക്കാനായിട്ട് ജോലിയിൽ നിന്ന് മാറി നിൽക്കുക എളുപ്പമുള്ള കാര്യമല്ല. ഇതൊന്നുമല്ലെങ്കിൽ വേറെയും അതിനേക്കാൾ വലിയ പ്രശ്നമുണ്ട്. ഇവർ നേരത്തെ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയാം, വിസിറ്റിംഗ് വിസയിൽ വന്നു. ആ വിസിറ്റിംഗ് വിസയ്ക്ക് ഇപ്പം 3 മാസം അല്ലെ 6 മാസമാണ് കാലാവധി. അതിനിടയിൽ ഒരു വിവാഹം കഴിച്ചു. അപ്പം ആ വിവാഹം കഴിച്ചിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് സ്റ്റാറ്റസിന് അപേക്ഷിച്ചു. അപ്പോൾ അതിൻ്റെ ബലത്തിൽ അവർക്ക് നിൽക്കാം. അവരുടെ ഒറിജിനൽ വിസ തീർന്നു, പക്ഷേ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് സ്റ്റാറ്റസ് അതിൻ്റെ പേരിൽ അതിൻ്റെ ഡേറ്റ് ആകാൻ വേണ്ടി അവർ കാത്തിരിക്കുന്നു. അതിനുവേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ സ്റ്റാറ്റസിൽ അവരങ്ങ് തുടരുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിപ്പോൾ ഇവർ കോൺസുലർ പ്രോസസ്സിങ് പോയി കഴിഞ്ഞാൽ ഇവർ വിസ കാലാവധി കഴിഞ്ഞിട്ടും നിന്നു എന്നുള്ള ആ പ്രശ്നം വരും. അവരുടെ ഒറിജിനൽ വിസ ഇവിടെ വിസിറ്റിംഗ് വിസയായിരുന്നു, അത് 3 മാസം അല്ലെ 6 മാസമോ കഴിഞ്ഞപ്പോൾ തീർന്നു. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ് ഇവിടെ തുടരുകയായിരുന്നു ചെയ്തത്. പക്ഷേ ആ വിസ കാലാവധി തീർന്ന് ഓവർസ്റ്റേ ചെയ്തു. 1 വർഷം വരെ ഓവർസ്റ്റേ ചെയ്തുവെങ്കിൽ 3 വർഷം വരെ തിരിച്ചു വരാൻ പറ്റത്തില്ല. 1 വർഷത്തിൽ കൂടുതൽ ഓവർസ്റ്റേ ചെയ്തുവെങ്കിൽ 10 വർഷത്തിന് മുൻപേ തിരിച്ചു വരാൻ പറ്റില്ല. അങ്ങനെ അത് പെനാൽറ്റി, അത് പ്രശ്നമായി തീരും. അപ്പോൾ അങ്ങനെ ഈ കോൺസുലർ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. പോയി നമ്മൾ ചെന്നാൽ വിസ ഇൻ്റർവ്യൂവിനുള്ള ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടണം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥ പോലും വന്നു എന്നിരിക്കും. അപ്പം നാനാവിധത്തിലുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ 1 മില്യണിലേറെ ആളുകളാണ് ഇന്ത്യക്കാർ തന്നെ ഈ വിസയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്നത്. ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ, അവരും അവരുടെ ഫാമിലി വേറെയും. അപ്പോൾ ഇവരെല്ലാം ദോഷകരമായി ബാധിക്കുന്ന തീരുമാനമാണ് ഈ പറഞ്ഞത്. പക്ഷെ അതിനെപ്പറ്റി കൃത്യമായിട്ടൊട്ട് പറഞ്ഞിട്ടുമില്ല എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യുന്നത്, അല്ലെ ആരെയൊക്കെയാണ് ഇത് ബാധിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന വളരെ ചുരുക്കം പേരെ മാത്രമേ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അവർക്ക് മാത്രമേ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം പോകണം. ഇപ്പോൾ ഈ റെഫ്യൂജി ആയിട്ട് വന്നതോ അല്ലെ അസൈലം ചോദിച്ചു വന്നവരോ അങ്ങനെയൊക്കെയുള്ളവർ പോകേണ്ടി വരില്ലായിരിക്കും. കാരണം അവർ തിരിച്ചു ചെന്നാൽ അത് പ്രശ്നമാകുമല്ലോ. അല്ലാത്തവരെല്ലാം പോകണം എന്നുള്ള രീതിയിലായിരുന്നു ആ പ്രസ്താവന വന്നത്. എന്തായാലും ഈ ഇന്നലെ ന്യൂയോർക്ക് ടൈംസിലൊരു റിപ്പോർട്ട് വന്നു. അവർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയിലെ ഉദ്യോഗസ്ഥരെ കോട്ട് ചെയ്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ DHSൻ്റെ ഭാഗമാണ് ഈ USCIS. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഒരു ക്ലാരിഫിക്കേഷനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവർ പറഞ്ഞതുപോലെ എല്ലാവരും തിരിച്ചു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് സ്റ്റാറ്റസ് ഇവിടെ തുടരും. എല്ലാവരും ഒന്നും തിരിച്ചു പോകേണ്ടതില്ല. ചുരുക്കം ഓരോരുത്തരും ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ ആ ഉദ്യോഗസ്ഥനാണ് തീരുമാനിക്കുക ഇവർ തിരിച്ചുപോയി കോൺസുലർ പ്രോസസ്സിങ്ങിന് പോകണോ വേണ്ടയോ എന്ന്. അപ്പോൾ അല്ലാതെ ഇവരെ എല്ലാവരെയും അങ്ങോട്ട് പറഞ്ഞു വിടില്ല എന്നാണ് പറയുന്നത്.
അപ്പോൾ അതാണേലും പ്രശ്നം തന്നെയാണ്. നമ്മൾ ഈ ഇൻ്റർവ്യൂവിന് ചെല്ലുന്നു, പിന്നെ ഗ്രീൻ കാർഡ് ഇൻ്റർവ്യൂവിന് ചെല്ലുന്നു, അവിടെ ഇരിക്കുന്ന ആ ഉദ്യോഗസ്ഥനാണ് തീരുമാനിക്കുന്നത് നമ്മൾ അങ്ങോട്ട് പോകണോ അതോ നമുക്കിവിടെ തന്നെ ആ തീരുമാനം പിന്നെ ഇവിടെ തന്നെ ഉണ്ടാകുമോ എന്നുള്ളത്. അപ്പോൾ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പിന്നെ പോകണമെന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ അത് തന്നെ. അപ്പോൾ ഓരോ ഉദ്യോഗസ്ഥൻ്റെയും താല്പര്യമനുസരിച്ചായിരിക്കും തീരുമാനം. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പറയുന്ന ചൊല്ല്, ഈ പോലീസ് ഏമാൻ ഭാര്യയോട് വഴക്കൊക്കെ ഉണ്ടാക്കി ദേഷ്യത്തിൽ വന്നിരിക്കുകയാണെങ്കിൽ കിട്ടുന്ന പ്രതിയുടെ തലക്കിട്ട് നല്ല പിന്നെ കൊട്ടുകൊടുക്കുമെന്ന് പറഞ്ഞ പോലെ, ഈ വല്ല ദേഷ്യത്തിലോ അരിശത്തിലോ അല്ല ഇന്ത്യക്കാരോട് വിരോധമൊക്കെ ഉള്ള ആളാണെങ്കിൽ ആണ് ഈ ഇൻ്റർവ്യൂവിന് ഇരിക്കുന്ന ഉദ്യോഗസ്ഥനെങ്കിൽ അയാൾ പറയും അങ്ങോട്ട് പോയിക്കോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വിസ പിന്നെ ഓവർ സ്റ്റേ ചെയ്തവർ, നമ്മൾ മുൻപേ പറഞ്ഞതുപോലെ തന്നെ പിന്നെ ആ വിസയുടെ കാലാവധി കഴിഞ്ഞിട്ടും ആ ഇത് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് സ്റ്റാറ്റസ് ഉള്ളതുകൊണ്ട് തുടരുന്നവർ, അല്ലെ അതുപോലുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പിന്നെ തുടരുന്നവർ, അവരെയൊക്കെ പറഞ്ഞു വിടുകയാണെങ്കിൽ അത് വീണ്ടും വലിയ പ്രശ്നമായി തീരും. അപ്പം അതെല്ലാം ആ ഉദ്യോഗസ്ഥൻ്റെ കനിവിനെ ആശ്രയിച്ചിരിക്കുന്ന ഒരു അവസ്ഥ വരും. അത് ബുദ്ധിമുട്ട് തന്നെ. എങ്കിൽ പോലും എല്ലാവരെയും പറഞ്ഞു വിടുന്ന ഒരവസ്ഥ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞു വിടുന്ന 2 ഗ്രൂപ്പിൻ്റെ കാര്യം പിന്നെ ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒന്ന്, ഈ ഇവിടുന്ന് സർക്കാരിൻ്റെ ആനുകൂല്യം കൂടുതലായി പറ്റുന്ന രാജ്യത്തു നിന്ന് വന്നിട്ടുള്ളവർ. അപ്പോൾ അത് പറയുകയാണെങ്കിൽ ഭൂട്ടാനിൽ നിന്ന് വന്നവരാണ് സർക്കാരിൻ്റെ ആനുകൂല്യം ഏറ്റവും കൂടുതൽ പറ്റുന്നത് ഇവിടെ. അപ്പം ഭൂട്ടാൻകാർ ഈ ഗ്രീൻ കാർഡ് അപേക്ഷ നടത്തിയിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ഭൂട്ടാനിൽ പോയി മിക്കവാറും പിന്നെ ഈ ഗ്രീൻ കാർഡ് പ്രോസസ്സിങ്, അവരുടെ അന്തിമ പ്രോസസ്സിങ് അവിടെ നടത്തേണ്ടി വരും. അവിടുത്തെ ഉദ്യോഗസ്ഥർ അവർക്ക് തീരുമാനിക്കാം. ഈ അവിടെ വെച്ച് ഈ കോൺസുലർ പ്രോസസ്സിങ്ങിൻ്റെ ഒരു മെച്ചം എന്താണെന്ന് ചോദിച്ചാൽ, അതായത് ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അവിടെ വെച്ച് നിങ്ങൾക്ക് വിസ തരാൻ പറ്റത്തില്ല എന്ന് ഉദ്യോഗസ്ഥൻ എഴുതിയത് തന്നെ അതിന് അപ്പീലില്ല, ചോദ്യം ചെയ്യലില്ല, ആർക്കും നമുക്ക് കോടതിയിൽ പോകാൻ പറ്റില്ല. അവിടെ കൊണ്ട് അത് അവസാനിച്ചു. നേരെ മറിച്ച് ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് സ്റ്റാറ്റസിന് നമ്മൾ നിരസിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോടതിയിൽ പോകാം, അപ്പീൽ കൊടുക്കാം, ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ അതെല്ലാം ഒഴിവാക്കുക എന്നുള്ളതാണ് പിന്നെ ഈ സർക്കാരിൻ്റെ നിലപാട് മാറ്റത്തിൻ്റെ കാരണം. അപ്പോൾ വളരെ ഈസി ആയിട്ട് കോൺസുലർ പ്രോസസ്സിംഗ് ആണെങ്കിൽ ഒരാളെ ഒഴിവാക്കുക വളരെ നിഷ്പ്രയാസം ചെയ്യാവുന്ന ഒരു കാര്യം. അപ്പോൾ അതാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് തോന്നുന്നു. ഇനി രണ്ടാമത്തെ കൂട്ടരുടെ കാര്യത്തിൽ വരുമ്പോഴാണ് നമുക്കൊരു പ്രശ്നമുള്ളത്. അതായത് ഒരുപാട് പേര് വിസയിൽ വന്നിട്ട് ഇവിടെ ഈ വിസിറ്റിംഗ് വിസയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വിസയിൽ വന്നിട്ട് കൂടുതൽ പേര് ഓവർ സ്റ്റേ ചെയ്യുന്ന അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരെയും ഈ കോൺസുലർ പ്രോസസ്സിങ്ങിന് വിടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ഇന്ത്യയിൽ നിന്ന് ധാരാളം പേര് ഇവിടെ ഇല്ലീഗലായിട്ട് 7-8 ലക്ഷം പേർ ഉണ്ടെന്നാണ് പറയുന്നത്, അതോ അതിൽ കൂടുതലോ. അപ്പോൾ അവരിൽ മിക്കവരും ഏതെങ്കിലും വിസയിൽ വന്നതാണ്, എന്നിട്ട് ഇവിടെ ഓവർ സ്റ്റേ ചെയ്യുക. അപ്പോൾ അങ്ങനെ കണ്ടമാനം പേര് ഓവർ സ്റ്റേ ചെയ്യുന്ന രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും ഈ കോൺസുലർ പ്രോസസ്സിങ്ങിന് അവരെയും വിടാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ആ ഉദ്യോഗസ്ഥനാണ് തീരുമാനിക്കുന്നത്. എങ്ങനെ വന്നാലും അതൊരു പാര തന്നെയാണ്, അത് അല്ലാതെ നമ്മൾ വിചാരിക്കേണ്ടതില്ല. പിന്നെ ഗ്രീൻ കാർഡിനെ പറ്റി ഇപ്പം നമ്മളൊക്കെ തന്നെ മിക്കവരും ഈ പ്രോസസ്സിലൂടെ കടന്നുപോയവരാണ്. ഇവിടെ ജോലിയായിട്ട് വന്ന ആളുകൾ എല്ലാവരും തന്നെ ഈ പ്രോസസ്സിലൂടെ കടന്നുപോയവരാണ്. ഇത് വിസ കിട്ടുന്നത് വരെ കിട്ടിയെന്ന് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അത് അവസാന നിമിഷം വരെയും എന്തെങ്കിലും ഒരു പഴുത് കണ്ടുപിടിക്കാം, എന്തെങ്കിലും ഒരു കുഴപ്പം കണ്ടുപിടിക്കാം. അത് ആ ഒരു അനിശ്ചിതത്വം എപ്പോഴുമുണ്ട്. അപ്പോൾ അത് കയ്യിൽ കിട്ടുന്നത് വരെ, ഇപ്പോഴാണ് കിട്ടിക്കഴിഞ്ഞാൽ കൂടി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഗ്രീൻ കാർഡൊക്കെ റദ്ദാക്കുക എളുപ്പവുമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴത്തെ സ്ഥിതിയിൽ. എന്തായാലും ഈ നമ്മൾ വിചാരിച്ചതുപോലെ വിഷമിക്കേണ്ടതില്ല. ഇതിന് എന്തെങ്കിലും മാറ്റങ്ങൾ ഇനിയും വരുമായിരിക്കും. കൃത്യമായ നിലപാടുകളും കൃത്യമായ ഉത്തരവുകളും വരുമായിരിക്കും. പേടിച്ചതുപോലെയൊന്നും ഇല്ല എന്ന് വേണം ഇപ്പോൾ നമ്മൾ കരുതാനായിട്ട്. അങ്ങനെ തന്നെ നമ്മുടെ യുവതലമുറ ഇവിടെ ഈ ഗ്രീൻ കാർഡിനെ അപേക്ഷിച്ച് കാത്തിരിക്കുന്ന ആളുകൾ, നമുക്കറിയാം ചെറുപ്പക്കാർ, ഈ ഉയർന്ന ക്വാളിഫിക്കേഷനൊക്കെ ഉള്ള ആളുകൾ, അവർ സമാധാനമായിട്ടിരിക്കുക. പ്രശ്നങ്ങൾ പരിഹൃതമാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.